ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് വിത്ത് ജോ. ആദ്യം തന്നെ ഐ എം സോ സോറി, നമ്മുടെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. എനിക്കൊരു ക്ലാസ്സും ട്രെയിനിങ് പോലെ ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പുള്ളത്തെ ഒരു വ്ളോഗാണ്. ആദ്യം തന്നെ ഞാൻ തിരുവല്ലയിൽ ചെന്നു. നേരെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയത്. ഞാൻ ആദ്യം കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് ആളുടെ ഓഫീസിൽ പോയത്. ആളുടെ ഓഫീസിൽ പോയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. അതിന് ശേഷം എന്നെ അച്ഛൻ കൊണ്ട് DC ബുക്സിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തു. അവിടെ ബുക്ക് ഫെസ്റ്റും കൂടെ നടക്കുന്നതുകൊണ്ട് കുറേ കളക്ഷൻ ബുക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ബുക്ക് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും താമസിക്കാണ്ട് തന്നെ അവിടുന്ന് ഞാൻ ഇറങ്ങി നേരെ നടന്നു അലങ്കാടിലോട്ട് കയറി. അവിടെ ചെന്നിട്ട് എനിക്കൊരു നെക്ക് പീസ് വേണമായിരുന്നു, അതൊന്ന് മേടിച്ചു. അതുപോരാഞ്ഞ് തന്നെ വേറെ കുറച്ചും കൂടെ പേഴ്സണലായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോകേണ്ടതുകൊണ്ട്. അതെല്ലാം കൂടെ മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. ചോറ്, ചിക്കൻ കറി, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, മുട്ട, എന്തോ ചെയ്തൊരു സംഭവം എനിക്ക് തന്നെ അറിയത്തില്ല. അതെ ഗൈസ്, വീട്ടിലെ ലാസ്റ്റ് ലഞ്ചും. ഓക്കെ, അപ്പോൾ TVയും കണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാനും മമ്മിയും കൂടെ വീണ്ടും ഇറങ്ങി. പർച്ചേസസ് ഉണ്ടായിരുന്നു. വേറെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും മേടിക്കാൻ വേണ്ടി ഇറങ്ങി. കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും പോകുന്ന വഴിക്ക് കുടിക്കാൻ വേണ്ടി ഒരു ജ്യൂസും, അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സിന് വേണ്ട ഒരു നോട്ട്ബുക്കും, പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ അതും എന്നുള്ള രീതിയിൽ ഞാനൊരു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും കൂടെ മേടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പനന്തേങ്ങ വിൽക്കുന്നുണ്ട്. എനിക്ക് ഒരു മൂത്തിട്ട് അതും മേടിച്ചു. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ലാപ്പ് പാക്ക് ചെയ്യണമായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യണമായിരുന്നു എനിക്ക്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലാപ്പൊക്കെ പാക്ക് ചെയ്തു. അതുപോലെ തന്നെ ഏത് ബാഗിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം, എത്ര ഡ്രസ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഞാൻ എടുത്ത് എൻ്റെ കട്ടിലയിൽ വെച്ചു. എന്നിട്ട് ഏതാണ് നല്ലതെന്ന് നോക്കി. പിന്നെ ലാപ്പിൻ്റെ ചാർജറും കാര്യങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കി. ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയോ ഫ്രണ്ട്സ് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, എവിടാ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇങ്ങനെ അവരോട് സംസാരിച്ച് താങ്ങി നിന്നാണ് എൻ്റെ ഓരോ പണിയും ഞാൻ ചെയ്തത്. എങ്ങാണ്ട് ഒരു 8 മണിക്ക് തുടങ്ങിയ പണി ഞാനൊരു 11:30 12 വരെ പോയി എൻ്റെ പാക്കിങ്. പിന്നെ ഫുഡൊന്നും അങ്ങനെ മര്യാദയ്ക്ക് കഴിക്കാനും പറ്റിയില്ല. പിന്നെ ആ ടൈമിലാണെങ്കിൽ എന്തൊക്കെയോ ഒരു മൂഡ് ഓഫോ മൈൻഡ് ശരിയാവാത്തതുകൊണ്ടോ എന്തോ ഒരു വെല്ലായ്മയായിരുന്നു. ഒന്നും ചെയ്യാനും തോന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ബാഗെല്ലാം പാക്ക് ചെയ്തു. ലാപ്പിൻ്റെ ബാഗ്, പിന്നെ അല്ലാണ്ടൊരു ലഗേജ് ബാഗ്, പിന്നെ വേറൊരു ചെറിയ ബാഗും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയും പെയ്തു. മഴയും കൂടെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നതിൻ്റെ വിഷമമല്ല, എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലെ. എന്താണെന്നറിയത്തില്ലായിരുന്നു. ആ മഴയും കൂടെ ഒക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡേ പോയി. പാക്ക് ചെയ്യാനും മൂടില്ല, പക്ഷെ പാക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ബാക്കി പാക്കിങ് ചെയ്യാമെന്ന് വെച്ചു. കാരണം കുറച്ചും കൂടെ പ്രൊഡക്ട്സൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പോയാൽ ഞാനാണെങ്കിൽ വേറെ ഒരു ഫുഡും കഴിച്ചില്ല. ഇച്ചിരി പൈനാപ്പിൾ പഞ്ചസാര ഇട്ടും കഴിച്ചിട്ട് ഞാൻ കയറി കിടക്കാറായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.